ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മെത്രാനാകാനായി ക്ഷണിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം, ഭൗതികമായ താല്പര്യങ്ങൾക്ക് ജീവിതത്തിൽ ഇടം കൊടുക്കുകയില്ലെന്ന് ഞാൻ സ്വകാര്യമായി ഒരു വ്രതം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ വിട്ടേക്കുക, വേറെ ആരെയെങ്കിലും മെത്രാനാക്കുക. ആരാണ് ഇങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത്? കർത്തൂസൻ സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകനായ കൊളോണിയിലെ ബ്രൂണോ, വിശുദ്ധ ബ്രൂണോ 1030 ജനിച്ചു, 1101 മരിച്ചു. ജർമ്മനിയിലാണ് ജനിച്ചതെങ്കിലും ഫ്രാൻസിലുള്ള റെയിംസിൽ അധ്യാപകനായി ജോലി ചെയ്തു. റെയിംസിലെ കീർത്തികേട്ട അധ്യാപകനായ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയാണ് പിന്നീട് മാർപ്പാപ്പിയായ ഉർബൻ രണ്ടാമൻ. ജർമ്മനിയിലേക്ക് തിരിച്ചുപോയെങ്കിലും റെയിംസ് രൂപതയിലെ മെത്രാൻ അദ്ദേഹത്തെ തൻ്റെ രൂപതയുടെ ചാൻസലറായി നിയമിച്ചു. 1075 മുതൽ. പിന്നീട് മെത്രാനാകാൻ അവസരം വന്നു, എന്നാൽ നിരസിച്ചു. സന്യാസിയുടെ മനസ്സായിരുന്നു അദ്ദേഹത്തിന്. അതിനാൽ ബ്രൂണോയും ഏതാനും സ്നേഹിതരും കൂടി ഒരു പ്രാർത്ഥനാലയം തുടങ്ങി. പഠനവും പ്രാർത്ഥനയുമായി അവിടെ ചെലവഴിച്ചു. എന്നാൽ തൻ്റെ ശിഷ്യൻ ഉർബൻ രണ്ടാമൻ മാർപ്പാപ്പിയായപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായി അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി റോമായിലേക്ക് പോയി. മാർപ്പാപ്പയുടെ ഉപദേശകനായി അദ്ദേഹം റോമായിൽ ജീവിച്ചു. അപ്പോഴും പൊതുജന ശ്രദ്ധയിൽ പെടാതിരിക്കാൻ മനസ്സിരുത്തി. പ്രാർത്ഥനയും പഠനവുമായിരുന്നു ഇഷ്ടപ്പെട്ട മേഖല. സങ്കീർത്തനങ്ങളെക്കുറിച്ചും പൗലോസിനെക്കുറിച്ചും ധാരാളം എഴുതി. ബ്രൂണോയുടെ വ്യാഖ്യാനങ്ങൾ എന്ന പേരിൽ അവ പ്രസിദ്ധമാണ്. മാർപ്പാപ്പയ്ക്ക് ഉപദേശം കൊടുക്കുന്ന പണിയുണ്ടെങ്കിലും മെത്രാനാകാൻ വിസമ്മതിച്ചു. മാത്രമല്ല, ഇങ്ങനെ പൊതുജന മധ്യത്തിൽ വന്ന് ഇങ്ങനെ പോപ്പുലറാകാൻ അതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. സന്യാസം, പ്രാർത്ഥന, പഠനം, എഴുത്ത്, അങ്ങനെ വിശുദ്ധനായ മനുഷ്യനാണ് വിശുദ്ധ ബ്രൂണോ. ഓരോരുത്തരും ദൈവത്തിൻ്റെ രഹസ്യത്തിൻ്റെ ഓരോ മാനങ്ങളാണ് ഇങ്ങനെ നമുക്ക് പ്രകാശിപ്പിച്ച് തരുന്നത്. എല്ലാവരും ഒരുപോലെയല്ല. ദൈവം എന്ന രഹസ്യത്തിൻ്റെ ഓരോ പ്രകാശ കിരണങ്ങൾ നമുക്കിങ്ങനെ ഓരോ വിശുദ്ധനിലൂടെ വെളിപ്പെട്ട് കിട്ടുകയാണ്. നമുക്കും വിശുദ്ധരാകാനുള്ള വിളിയാണ് ലഭിച്ചിരിക്കുന്നത്. വിശുദ്ധരായി മരിച്ചാൽ നമ്മൾ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ സിംഹാസനം തൊട്ട് താഴെയാണെന്ന് വെളിപാട് ഗ്രന്ഥം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ മാലാഖയുടെ കയ്യിലിരിക്കുന്ന ധൂപക്കുറ്റിൽ നിക്ഷേപിക്കാൻ കഴിയുമെന്നും പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധരായി ജീവിക്കാനും വിശുദ്ധരായി മരിക്കാനും നമുക്ക് മോഹമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.